ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവർ, നമ്മൾ വചനം വായിക്കുന്നുണ്ട്, സുവിശേഷങ്ങൾ വായിക്കുന്നുണ്ട്. വചനം വായിക്കാറുണ്ടോ? വായിക്കാറുണ്ട്. അച്ഛൻ വായിക്കുക മാത്രമല്ല, ഞങ്ങൾക്ക് ഒത്തിരി വചനങ്ങളൊക്കെ കാണാതെ അറിയുക പോലും ചെയ്യാം. ഹല്ലേലൂയ, നല്ലത്. സുവിശേഷങ്ങളുടെ ഹൃദയമെന്ന് ഒരു പക്ഷേ വിളിക്കാൻ പറ്റിയ തിരുവചനമുണ്ട്. ഒരു വചനം വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ തിരുവചനം. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. പാപമറിയാത്തവനായ പുത്രൻ തമ്പുരാനായ യേശുവിനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. എന്തിനു വേണ്ടി? അവനിൽ നാം എല്ലാവരും നീതീകരിക്കപ്പെടുവാൻ വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ സുവിശേഷങ്ങളുടെ കേന്ദ്രബിന്ദു എന്ന്, അല്ലെങ്കിൽ ഹൃദയമെന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു തിരുവചനാണ്. അതിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് കടന്നു പോകുന്നത് ഒത്തിരി നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, പാപമറിയാത്തവനായവൻ, പാപമില്ലാത്തവനായ പുത്രൻ തമ്പുരാനെ തന്നോട് കൂടെയായിരിക്കുന്ന, സ്വയംഭൂവായി പരിശുദ്ധനായിരിക്കുന്ന, സ്വമേധയാ സ്വഭാവപ്രകാരം പരിശുദ്ധനായവനെ, കളങ്കമില്ലാത്തവനായ പുത്രൻ തമ്പുരാനെ അവൻ പാപമാക്കി എന്ന് തിരുവചനം പറയുകയാണ്. പാപം അറിയാത്തവനായവനെ പാപമാക്കി എന്ന് തിരുവചനം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഓരോ വാക്കുകളിലൂടെ ഒന്ന് ചിന്തിച്ച് കടന്നു പോകുന്നത് ഒത്തിരി നല്ലതാണ്. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ എബ്രായർക്ക് എഴുതിയ 4-ാം അധ്യായം 15-ാമത്തെ തിരുവചനം, എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ തിരുവചനം വായിക്കാവോ? നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും അവൻ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ലേഖനകർത്താവ് വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാണ്? അവൻ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല, പാപം അറിയാത്തവനാണ്. പക്ഷേ സകല കാര്യങ്ങളിലും നമ്മളോടൊത്ത് നമ്മുടെ ബലഹീനതകളിൽ അവൻ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അപ്പോസ്തലൻ വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെക്കുകയാണ്. പാപം അറിയാത്തവനാണ്, പാപത്തിൻ്റെ അംശം ലേശം അവനിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അവൻ പാപമറിയാത്തവനാണ്. വീണ്ടും പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 22-ാമത്തെ തിരുവചനം. പത്രോസ് ലീഹ എഴുതിയ 2 പത്രോസ് 2-ാം അധ്യായം 22-ാമത്തെ തിരുവചനം യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. ഉണ്മയിലെ പരിശുദ്ധനായവൻ. വായിച്ചോ? 1 പത്രോസ് 2:22. പ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ അവൻ ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെയോ അവന്റെ അധരത്തിൽ വഞ്ചനയില്ല, അവൻ പാപം ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് അപ്പോസ്തലൻ പറഞ്ഞു വെക്കുകയാണ്. ഉണ്മയിലെ പരിശുദ്ധനായവൻ. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ രക്ഷാകര പദ്ധതിയിൽ
പാപത്തിൽ വീണുപോയ, ജഡത്തിൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ച് വീണവനായ ആദാമിൻ്റെ ശരീരമെടുത്തുകൊണ്ട് പുത്രൻ തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം തമ്പുരാൻ യോഹന്നാൻ സുവിശേഷം 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അവനെ ലോകത്തിന് ബലിയായി നൽകാൻ തക്കവണ്ണം. എന്തിനു വേണ്ടി? എന്തിനാ അവൻ ബലി നൽകിയത്? പാപത്തിൽ വീണുപോയ, പറുദീസയുടെ അനുഭവത്തിൽ തൻ്റെ സ്വരൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ട ആദാമിനെ പറുദീസായിൽ അധിപനാക്കി മാറ്റിയ ദൈവം തമ്പുരാൻ കൽപ്പന ലംഘനത്തിലൂടെ പാപത്തിൻ്റെ സുഖം പിടിപെട്ടതുപോലെ പിശാചിൻ്റെ കണിയിലകപ്പെട്ടു പോയ, വീണുപോയ ആദാമിൻ്റെ കുലത്തിനെ രക്ഷിക്കാൻ തക്കവണ്ണം തൻ്റെ ഏകജാതനായ പുത്രനെ വീണവനായ ആദാമിൻ്റെ ശരീരമെടുത്ത് യാഗമർപ്പിക്കാൻ തക്കവണ്ണം ലോകത്തിലേക്ക് അയക്കുകയാണ്. എന്തിനു വേണ്ടി അങ്ങനെ ചെയ്ത? എന്തുമാത്രം കാര്യങ്ങൾ ദൈവത്തിന് ക്രമീകരിക്കാമായിരുന്നു. ഏതെങ്കിലും പ്രവാചകന്മാർ മുഖേന ദൈവത്തിന് മനുഷ്യനെ അവൻ്റെ പാപാവസ്ഥയിൽ നിന്ന് രക്ഷിക്കാമായിരുന്നു. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ, തൻ്റെ വാക്കുകൊണ്ട് സൃഷ്ടിച്ചവൻ, തൻ്റെ വിരലിൻ്റെ തുമ്പിൻ്റെ ചലനം കൊണ്ട് ഈ ഭൂമിലോകത്തെ മുഴുവൻ നിയന്ത്രിച്ച് നിർത്തുന്ന ദൈവം തമ്പുരാന് എന്തുകൊണ്ട് മനുഷ്യൻ്റെ രക്ഷാകര പദ്ധതിയിൽ തൻ്റെ ഏകജാതനായ പുത്രനെ ബലി നൽകേണ്ടി വന്നു? പ്രിയപ്പെട്ടവരെ, ലേവ്യ പുസ്തകം 22-ാം അധ്യായം 21-ാമത്തെ തിരുവചനം. ലേവ്യ പുസ്തകം 22-ാം അധ്യായം 21-ാമത്തെ തിരുവചനം അതിമനോഹരമായിട്ട് അവിടെ ഒരു ബലി അർപ്പിക്കാൻ പോകുമ്പോൾ, ഒരു ബലി നൽകാനായിട്ട് പോകുമ്പോൾ ഒരു മനുഷ്യൻ പാലിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ആരെങ്കിലും സ്വാഭിഷ്ടമായ കാഴ്ചയും സമാധാന ബലിയായി അർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാകണമെങ്കിൽ കാലിക്കൂട്ടത്തിലോ ആട്ടിൻകൂട്ടത്തിലോ നിന്നെടുത്ത ഊനമറ്റ മൃഗത്തെ കാഴ്ചവെക്കണം. കാലിക്കൂട്ടിൽ നിന്നോ ആട്ടിൻപറ്റത്തിൽ നിന്നോ എടുത്ത മൃഗത്തിന് പ്രത്യേകതയുണ്ട്. ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്ന മൃഗത്തിൻ്റെ പ്രത്യേകത അത് ഊനമറ്റതായിരിക്കണം. യാതൊരു വിധത്തിലുമുള്ളതായ കുറവുകളില്ലാത്ത വലിയ വസ്തുവായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യാഗമർപ്പിക്കുന്നത് കുറ്റമറ്റതായിരിക്കണം. ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയണത്, ആദാമിൻ്റെ സന്തതികളുടെ സ്വഭാവം എന്ന് പറയണത് പാപത്തിൽ വീണുപോയ ശരീരം ധരിച്ച് ജീവിക്കുന്നവരാണ്. വീണുപോയ ആദാമിൻ്റെ വീണ ശരീരം ധരിച്ച് ജീവിക്കുന്നവരെ വീണ്ടെടുക്കാൻ തക്കവണ്ണം പിതാവായ ദൈവം ബലി നൽകാനായിട്ട് കടന്നു വന്നപ്പോൾ, സ്നേഹമുള്ളവരെ, ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറയണത്, ഊനമില്ലാത്ത ഒരേ ഒരു ബലിവസ്തു തൻ്റെ ഉള്ളിലുള്ള, തന്നോടൊത്തുള്ള തൻ്റെ ഏകജാതനായ പുത്രനല്ലാതെ മറ്റൊന്നും ഈ ഭൂമിയിലില്ല എന്ന് തമ്പുരാൻ കണ്ട് അവനെ ബലി നൽകുകയാണ്, യാഗമർപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? ഞാനും നിങ്ങളുമൊക്കെ രക്ഷിക്കപ്പെടാൻ വേണ്ടി, ഞാനും നിങ്ങളുമൊക്കെ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം വേണ്ടി. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ അതിമനോഹരമായിട്ടൊരു കാര്യം പറഞ്ഞു വച്ചിട്ടുണ്ട്. 118-ാം സങ്കീർത്തനം 8-9 തിരുവചനങ്ങൾ. 118-ാം സങ്കീർത്തനം 8-9 തിരുവചനം. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. ഒറ്റക്കാരിയുള്ളൂ. ഈ ഭൂമിയിൽ പാപത്തിന് വീണുപോയ, പാപത്തിന് അടിമപ്പെട്ടു പോയ ഒരു മനുഷ്യനും എന്നെയും നിന്നെയും രക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല. നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകാം,
പ്രതിസന്ധികളുണ്ട്, വേദനകളുണ്ട്. അവിടെ പോയാൽ ആ ആളെ കണ്ടാൽ, ഈ ആളെ കണ്ടാൽ നിനക്ക് രക്ഷയുണ്ടാകും, ആശ്വാസം ഉണ്ടാകുമെന്ന് ആരെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് വ്യാമോഹം മാത്രമാണ്. എന്നെയും നിന്നെയും രക്ഷിക്കാൻ ക്രൂശിൽ യാഗമായി തീർന്ന ഊനമില്ലാത്ത കുഞ്ഞാടായ യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. കാരണം ഒരു മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ പാപത്തിന് അധീനനാകാത്ത ക്രിസ്തുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിൽ വീണുപോയ മനുഷ്യൻ, പാപത്തിൽ ആണ്ടുപോയ മനുഷ്യൻ, അവനെ നീതീകരിക്കാൻ തക്കവണ്ണം പാപം അറിയാത്തവനെ പാപമാക്കി മാറ്റുകയാണ്. കാരണം പാപം അറിയാത്തവന് മാത്രമേ പാപത്തിൽ ആണ്ടുപോയ മനുഷ്യനെ നീതീകരിക്കാനായി, വിശുദ്ധീകരിക്കാനായി, ശുഭ്രവസ്ത്രമണിയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, മനുഷ്യനിൽ ആശ്രയിക്കാതെ യഹോവയിൽ ആശ്രയിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരുക. കർത്താവിൽ അഭയം തേടാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ഇന്നിൻ്റെ കാലഘട്ടം എന്ന് പറയണത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ അപ്പുറമായി മറ്റ് പലതിലുമൊക്കെ ആശ്രയിക്കുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുകയാണ്. ഏറ്റവും അവസാനത്തെ സ്ഥാനം മാത്രമാണ് ദൈവത്തിന് കൊടുക്കുന്ന ഓരോ സാഹചര്യത്തിൽ കടന്നു പോവുകയാണ്. നമുക്കറിയാൻ സാധിക്കും, നമ്മൾ ധ്യാന കേന്ദ്രത്തിലൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചില ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, ചില സങ്കടങ്ങളുണ്ടാകുമ്പോൾ, വേദനകളുണ്ടാകുമ്പോൾ നമ്മൾ തമ്പുരാൻ്റെ സന്നദ്ധയിലേക്ക് ഓടിപ്പോകും. ഇതിനു വേണ്ടിയാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടി. അങ്ങനെ ഓടിപ്പോകുന്നതിന് പ്രത്യേകതയുണ്ട്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, പോകാൻ പറ്റുന്ന മുഴുവൻ സ്ഥലങ്ങളിലും പോയിട്ട് ഇനി എവിടെ പോയിട്ടും രക്ഷയില്ല എന്ന് കണ്ടു കഴിയുമ്പോഴാണ് തമ്പുരാൻ്റെ സന്നദ്ധയിലേക്ക് കടന്നു വരിക. ICUവിൽ കിടക്കുന്ന രോഗി ICUവിലാണ്. അതുവരെയും എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. അവസാനം ഡോർ തുറന്നിട്ട് ഡോക്ടർ ഒരു കാര്യം പറയും. എന്താ പറയുക? ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുക, ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുക, തമ്പുരാൻ ഇടപെടട്ടെ, ഇനി പ്രാർത്ഥിക്കുക. സ്നേഹമുള്ളവരെ, നിന്നെ രക്ഷിക്കാൻ, നിന്നെ വീണ്ടെടുക്കാൻ, നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിന്നെ സഹായിക്കാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അത് നിന്നെ സൃഷ്ടിച്ച തമ്പുരാന് മാത്രം. നിനക്ക് വേണ്ടി യാഗമായി തീർന്ന ഊനമില്ലാത്ത കുഞ്ഞാടായ, കുറ്റം ചെയ്യാതെ നിനക്ക് വേണ്ടി ബലിയായി തീർന്ന തമ്പുരാന് മാത്രമേ ആത്യന്തികമായി നിന്നെ രക്ഷിക്കാനായിട്ട്, നിന്നെ സഹായിക്കാനായിട്ട്, സംരക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയണം, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് എന്ന് അവനവൻ്റെ ബോധത്തെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് സാധിക്കണം, പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കണം. ഈ ഭൂമിയിൽ ആശ്രയിക്കാൻ എനിക്കുള്ളത് എൻ്റെ തമ്പുരാൻ മാത്രം. കാരണം അവൻ എനിക്ക് വേണ്ടി യാഗമായി തീർന്നതാണ്, അവൻ എനിക്ക് വേണ്ടി പാപമായി തീർന്നതാണ്. പാപമറിയാത്തവൻ പാപമായി മാറ്റപ്പെട്ടു. എന്തിനു വേണ്ടി? ഞാൻ ചെയ്ത പാപത്തിൻ്റെ അനന്തര ഫലത്തിന് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പാപമറിയാത്തവൻ നമുക്ക് വേണ്ടി പാപമാകി, നമുക്ക് വേണ്ടി പാപമറിയാത്തവനെ പാപമാക്കി. അർത്ഥം എന്താ? അതിനർത്ഥം യേശു പാപിയായെന്നാണോ? പാപമാക്കി. അതിനർത്ഥം യേശു പാപിയായി മാറിയെന്നല്ല, മറിച്ച് ഞാൻ ചെയ്ത പാപത്തിൻ്റെ അനന്തരഫലം, അതിൻ്റെ പ്രതിഫലം അവൻ ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിൻ്റെ പ്രതിഫലം ക്രൂശിലെ മഹായാഗത്തിലൂടെ അവൻ ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഹല്ലേലൂയ,
ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിമനോഹരമായിട്ട് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 5-6 തിരുവചനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ വായിക്കാമോ? നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. ഹല്ലേലൂയ. നന്ദിയോടെ പറ, അവൻ്റെ മേലുള്ള ശിക്ഷയാണ് സ്നേഹമുള്ളവരെ നമുക്ക് രക്ഷ പ്രദാനം നൽകിയത്. അവനെ പാപമാക്കി എന്ന് പറഞ്ഞാൽ പാപത്തിന് ഞാൻ നിങ്ങളും ഈ തലമുറയിൽ ഈ ഭൂമിയിൽ ഓരോ വ്യക്തിയും ചെയ്യുന്ന പാപത്തിന് അവൻ പരിഹാരയാഗമായി തീർന്നു. അവൻ്റെ ബലി അവനെ പാപമാക്കിയത് കൊണ്ട് അവൻ്റെ മേൽ ചുമത്തപ്പെട്ട അകൃത്യങ്ങൾ എനിക്ക് രക്ഷ നൽകി എന്നുള്ളതാണ്. ഹല്ലേലൂയ. 1 പത്രോസ് 3:18 ഇതാ അവൻ അതിക്രമങ്ങൾ ഏറ്റെടുത്തിട്ട് എന്നെ നീതിമാനാക്കി മാറ്റാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. വായിക്കാമോ? 1 പത്രോസ് 3:18. നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. നീതിയില്ലാത്തവനെ നീതിമാനാക്കി തീർക്കാൻ തക്കവണ്ണം, നീതിരഹിതനായവനെ നീതിമാനാക്കി മാറ്റാൻ തക്കവണ്ണം നീതിമാൻ മരിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ബിസിനസ് നടന്ന സ്ഥലം എന്ന് പറയുന്നത് കാൽവറിയിലെ ക്രൂശാണ്. കാൽവറിയിലെ ക്രൂശിലാണ് ഏറ്റവും വലിയ ബിസിനസ് നടന്നത്. തൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമായ ഏകജാതനായ പുത്രനെ ദൈവം ലോകത്തിന് ബലി നൽകി. ആ 2 കരങ്ങൾ ക്രൂശിലിങ്ങനെ വിരിച്ചു പിടിച്ചപ്പോൾ തമ്പുരാൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത് തൻ്റെ മേലുണ്ടായിരുന്ന വിശുദ്ധി, പരിശുദ്ധി, അതായത് ആ തമ്പുരാൻ്റെ പരിശുദ്ധി ആരും ചാർത്തിക്കൊടുത്തതല്ല, ഉണ്മയിലെ പരിശുദ്ധൻ. ആ വിശുദ്ധി ദൈവം ലോകത്തിന് കൊടുത്ത്, എന്നിട്ട് ആ കരങ്ങളിലേക്ക് എൻ്റെ അശുദ്ധി, എൻ്റെ മ്ലേച്ഛത, എൻ്റെ പാപം, എൻ്റെ അസൂയ, എൻ്റെ അഹങ്കാരം, അങ്ങനെ ഏതെല്ലാം മേഖലയിലാണോ ഞാൻ അശുദ്ധപ്പെട്ടു പോയത് ആ അശുദ്ധി മുഴുവൻ തമ്പുരാൻ ഏറ്റെടുത്തപ്പോൾ ഞാൻ എൻ്റെ അശുദ്ധി കൊടുത്തിട്ട് വിശുദ്ധി വാങ്ങിയപ്പോൾ സ്നേഹമുള്ളവരെ സംഭവിച്ച കാര്യം എന്ന് പറയണത് എൻ്റെ ജീവിതം വലിയ അനുഗ്രഹത്തിന് കാരണമായി. എനിക്ക് വലിയ ലാഭമാണ്. തമ്പുരാൻ എന്താ നേട്ടമുണ്ടായേ? തൻ്റെ ഏകജാതനായ പുത്രൻ നൽകി ദൈവം ലോകത്തെ സ്നേഹിച്ചപ്പോൾ തമ്പുരാന് നേട്ടമുണ്ടായ കാര്യം എന്തെന്നറിയാവോ? സ്നേഹമുള്ളവരെ, തൻ്റെ സ്വരൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പിശാചിൻ്റെ അടിമത്തത്തിലായപ്പോൾ അവൻ്റെ അടിമത്തത്തിൽ നിന്ന് ആ മനുഷ്യനെ വീണ്ടെടുത്ത് തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ, നെഞ്ചിൻ്റെ ഉള്ളിൽ സ്ഥാപിക്കാൻ തക്കവണ്ണം തമ്പുരാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, പിശാചിൻ്റെ തല തകർത്തിട്ട് ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു വലിയ ബിസിനസ് നടത്തിയ സ്ഥലമാണ് കാൽവറിയിലെ യാഗം എന്ന് പറയണത്. ആ കാൽവറിയിൽ തമ്പുരാൻ ഒരു ബിസിനസ് നടത്തിയപ്പോൾ, ഒരു കൊടുക്കൽ വാങ്ങൽ കൈമാറ്റം നടത്തിയപ്പോൾ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ പറുദീസയുടെ അനുഭവം ഉണ്ടായി എന്ന് മാത്രമല്ല, തൻ്റെ സ്വരൂപം നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ ആ സ്വരൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാക്കാൻ തക്കവണ്ണം തമ്പുരാന് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ മഹായാഗം, ഏറ്റവും വലിയ കൊടുക്കൽ വാങ്ങൽ നടന്ന സ്ഥലം കാൽവറിയിലെ കുരിശാണ്, കാൽവറി മലയാണ്. വായിക്കാം ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ തിരുവചനം. ഗലാത്യ 3:13. ഗലാത്യ 3:13. നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിച്ചു. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് എൻ്റെ ശാപം, എൻ്റെ പാപം അവൻ ഏറ്റെടുത്തു. എന്നിട്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന്
അവൻ എന്നെ വീണ്ടെടുക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറഞ്ഞത്, മരത്തിൻ മുകളിൽ തൂക്കപ്പെടുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാണ്. ഇതാ അവൻ സ്വമേധയാ ശാപമായിട്ട് മാറ്റപ്പെടുകയാ, അവൻ പാപമായിട്ട് മാറ്റപ്പെടുകയാ, അവൻ പാപത്തിൻ്റെ അനന്തര ഫലം ഏറ്റെടുക്കാൻ തക്കവൻ ഇടയായിത്തീരുക. എന്തിനു വേണ്ടി? എൻ്റെ മേൽ ചൊരിയപ്പെട്ട ശാപത്തിൻ്റെ കയ്പിനെ മാറ്റിക്കളയാൻ വേണ്ടിയിട്ട്. എൻ്റെ മേൽ ചൊരിയപ്പെട്ട എൻ്റെ ജീവിതത്തിൻ്റെ അനന്തരഫലമായി, എൻ്റെ പ്രവർത്തനത്തിൻ്റെ അനന്തരഫലമായി എൻ്റെ മേൽ ചൊരിയപ്പെട്ട തമ്പുരാൻ്റെ കൽപ്പന ലംഘനങ്ങൾ, തമ്പുരാൻ പറഞ്ഞ കാര്യങ്ങളെ അതിലംഘിച്ച് കടന്നുപോയപ്പോൾ സംഭവിച്ച ശാപത്തിന് പരിഹാരമായി അവൻ സ്വമേധയാ ശാപമായിട്ട് മാറ്റപ്പെടുകയാണ്. റോമ 6:23. റോമ 6:23. റോമ 6:23. ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ ദാനമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള നിത്യജീവനം. പ്രിയപ്പെട്ടവരെ, കാൽവറിയിലെ മഹായാഗമെന്ന് പറയണത്, കാൽവറിയിലെ മഹാസ്നേഹത്തിൻ്റെ ആ കൊടുക്കൽ വാങ്ങലെന്ന് പറയണത് എൻ്റെ അവകാശമല്ല, എനിക്ക് അർഹതപ്പെട്ടതല്ല, മറിച്ച് എൻ്റെ തമ്പുരാൻ്റെ വലിയ ധനാണ്. എന്താണ്? അവൻ പാപമറിയാത്തവനായവനെ പാപമാക്കി മാറ്റിയതാണ്. എന്തിന്? എന്നെ നീതീകരിക്കാൻ തക്കവണ്ണം ഏകജാതനെ പുത്രനെ ബലി നൽകിയിട്ട് ആ പുത്രത്വത്തിലേക്ക് എന്നെ ചേർത്ത് നിർത്തുകയാണ്. കാട്ടൊലിവായ എന്നെ നാട്ടൊലിവിനോട് ചേർത്ത് നിർത്താൻ വേണ്ടി നാട്ടൊലിവിൻ്റെ കൊമ്പ് മുറിച്ച് മാറ്റപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, കാൽവറിയിലെ യാഗമെന്ന് പറയണത് അതെൻ്റെ അവകാശമല്ല, എൻ്റെ യോഗ്യതയല്ല, എൻ്റെ തമ്പുരാൻ്റെ ദാനാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു വെച്ചത്, എല്ലാം ദാനമായിരിക്കെ ദാനമല്ലെന്ന മട്ടിൽ എന്തിനഹങ്കരിക്കുന്നു. സ്നേഹമുള്ളവരെ, വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ, തമ്പുരാൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു പോകുമ്പോൾ അഹങ്കാരത്തിൻ്റെ മേഖല നമ്മളെ പിടിമുറുക്കാനായിട്ട് ഇടയായിത്തീരരുത്. ഇന്ന് പിശാച് ഒരു മനുഷ്യനെ വീഴ്ത്തുന്ന ഏറ്റവും വലിയ മേഖല ഇതെന്നറിയാവോ? ഏറ്റവും വലിയ മേഖല എവിടെയുള്ള അഹങ്കാരം? ആത്മീയ തലത്തിലുള്ള അഹങ്കാരത്തിലാണ് പിശാച് ഒരു മനുഷ്യനെ കുടുക്കിയിടുന്നത്. നമ്മളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എല്ലാ ആഴ്ചയും ധ്യാനത്തിന് പോകുന്നുണ്ട്, എല്ലാ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുണ്ട്, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്, ഞാൻ ഒരു മനുഷ്യനോടും ഒരു കാര്യത്തിനും നീതിയല്ലാത്ത മേഖലയിൽ കടന്നു പോയിട്ടില്ല, ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നോട് തെറ്റ് ചെയ്തവരോട് പോലും ഞാൻ ഹൃദയം തുറന്ന് ക്ഷമിച്ചിട്ടുണ്ട്. പിശാച് പറയും, നോക്ക്, നീയാകുന്ന നടുവിലെ വൃക്ഷം കാണാൻ എന്ത് മനോഹരാണ്, നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഫലം എന്ത് മനോഹരാണ്. ആത്മാഭിമാനത്തോടെ അഹങ്കാരത്തോടെ ജീവിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരുമ്പോൾ സ്നേഹമുള്ളവരെ ഓർത്ത് വെച്ചു കൊള്ളുക, നീ ഇങ്ങനെ ജീവിക്കാനിടയായിത്തീർന്നത് തമ്പുരാൻ നിനക്ക് വേണ്ടി ബലിയായത് കൊണ്ട് മാത്രമാണ്, തമ്പുരാൻ നിനക്ക് വേണ്ടി യാഗമായത് കൊണ്ട് മാത്രമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6:65, പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ സന്നദ്ധിയിലേക്ക് വരാനായിട്ട് സാധിക്കത്തില്ല. രക്ഷ നിൻ്റെ അവകാശമല്ല, മറിച്ച് ദൈവത്തിൻ്റെ അനന്തമായ ദാനമാണ്. ഒരു ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു വെച്ചത്, ദാനമായിരിക്കെ എല്ലാം ദാനമാണ്, എല്ലാം ദാനമാണ്. പ്രിയപ്പെട്ടവരെ, ദാനമല്ലെന്ന മട്ടിൽ അഹങ്കരിക്കാനായിട്ടിടയായിത്തീരരുത്. ക്രൂശിൻ്റെ സ്നേഹത്തിലേക്ക് നോക്കുമ്പോൾ, ക്രൂശിലേക്ക് നോക്കുമ്പോൾ, തമ്പുരാൻ്റെ വലിയ സ്നേഹത്തിൻ്റെ മാതൃക കാണുമ്പോൾ എന്ത് യോഗ്യത! തമ്പുരാൻ്റെ ദാനമാണ്, തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ അനന്തരഫലമാണ്. നിന്നോടുള്ള എൻ്റെ സ്നേഹം അചഞ്ചലമാണ്, ഒന്നിനെ കൊണ്ടും അത് മാറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ തമ്പുരാൻ തൻ്റെ ഏകജാതനെ ബലി നൽകാൻ തക്കവണ്ണം ക്രൂശിൽ 2 കരങ്ങൾ ഇങ്ങനെ ചേർത്ത് വിരിച്ചു പിടിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നപ്പോഴും ആ സ്നേഹത്തിന് യാതൊരു കുറവുണ്ടായില്ല. ആ സ്നേഹമാണ് യേശുവിൻ്റെ കരങ്ങളെ ഇങ്ങനെ ക്രൂശിനോട് ചേർത്ത് പിടിക്കാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തത്. പ്രിയപ്പെട്ടവരെ,
അഹങ്കാരത്തിൻ്റെ മേഖലയിൽ വീണുപോകാതെ സൂക്ഷിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരണം. എന്തിനു വേണ്ടിയാണ്? ഞാൻ രക്ഷിക്കപ്പെടാൻ, ഞാൻ നീതിയായിട്ട് മാറ്റപ്പെടാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-9 തിരുവചനത്തിൽ തമ്പുരാൻ അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു വച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയണത്? ഈ നീതീകരണം എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പ്രാപിക്കാമെന്ന് വളരെ മനോഹരമായിട്ട് പറഞ്ഞു വച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൻ പാപമറിയാത്തവൻ പാപമാക്കി മാറ്റപ്പെട്ടു. എന്തിനു വേണ്ടി? ഞാനും നിങ്ങളും നീതീകരിക്കപ്പെടാൻ വേണ്ടി, നീതിയായി മാറാൻ വേണ്ടി അവൻ പാപമാക്കി മാറ്റപ്പെട്ടു. ഈ നീതിയുടെ ഈ യോഗ്യത എന്ന് പറയണത്, ഈ നീതി ഒരു ദൈവ പൈതൽ എങ്ങനെ നേടിയെടുക്കുമെന്ന് പറയണത് വളരെ മനോഹരമായിട്ട് പറഞ്ഞു വച്ചിട്ടുണ്ട്. നിൻ്റെ പ്രവൃത്തി കൊണ്ടല്ല, മറിച്ച് നീ നിയമം പാലിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അത് വിശ്വാസത്തിൻ്റെ അനന്തരഫലമാണ്. വായിക്കാമോ? പ്രിയപ്പെട്ടവരെ, നീതീകരിക്കപ്പെടുന്നത്, രക്ഷിക്കപ്പെടുന്നത് വിശ്വാസം വഴി ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നിന്റെ പ്രവൃത്തിയുടെ അനന്തരഫലമല്ല. നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, നീ വിശുദ്ധീകരിക്കപ്പെടുന്നത് നിന്റെ തലമുറയുടെ യോഗ്യത കൊണ്ടല്ല. നിന്റെ പൂർവിക തലമുറയിൽ നിന്റെ പൂർവികർ ചെയ്തു വച്ച പുണ്യപ്രവൃത്തിയുടെ അനന്തരഫലം കൊണ്ടല്ല നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, നീ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്, നീ ഇന്ന് നീതിയായി മാറ്റപ്പെട്ടിരിക്കുന്നത് ഒറ്റ കാര്യം കൊണ്ടാണ്. നിയമം പാലിച്ചത് കൊണ്ടല്ല, മറിച്ച് നീ തമ്പുരാനെ വിശ്വസിക്കുമ്പോൾ, നീ ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് വിശ്വാസം വഴി കൃപയാലാണ് രക്ഷ പ്രദാനം ചെയ്യുന്നത്. നീ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നവർക്ക് സൗജന്യദാനമായി തമ്പുരാൻ നൽകുന്നതാണ് എന്ത്? രക്ഷ. എന്ത് വിശ്വസിക്കണം? എൻ്റെ തമ്പുരാൻ എനിക്ക് എൻ്റെ പാപത്തിന് പകരമായി അവൻ ബലിയായി തീർന്നു. എൻ്റെ പാപത്തിൻ്റെ മുഴുവൻ ശമ്പളവും അവൻ ഏറ്റെടുത്തു. അവൻ ബലിയായി തീർന്നു, മരിച്ച് അടക്കപ്പെട്ട് ഉദ്ധാനം ചെയ്ത് അവൻ ഇന്നും ജീവിക്കുന്നുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, സ്നേഹമുള്ളവരെ, ഇതാ നിൻ്റെ ജീവിതത്തിന് നിൻ്റെ വിശ്വാസം വഴി കർത്താവ് സൗജന്യമായി നൽകുന്ന ഒന്നാണെന്ത്? രക്ഷ. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനം 3-ാം അധ്യായം 21-22 തിരുവചനങ്ങൾ. പ്രവാചകന്മാരും നിയമവും സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ദൈവനീതി നീതിയിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലുള്ള ഒരേ വിശ്വാസം വഴി ലഭിക്കുന്നതാണ് എന്നത് ഈ ദൈവനീതി. ഹല്ലേലൂയ. എന്നതാ ഈ നീതിയുടെ അർത്ഥം? ദൈവനീതിയുടെ ഒരു പ്രത്യേകതയുണ്ട്. ദൈവനീതിയുടെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. പാപത്തിൽ ആണ്ടുപോയ മനുഷ്യൻ തൻ്റെ തെറ്റ് കൊണ്ട്, തൻ്റെ ഇഷ്ടം കൊണ്ട്, തൻ്റെ ആഗ്രഹം കൊണ്ട് പാപത്തിൽ ആണ്ടുപോയൊരു മനുഷ്യൻ, അവന് വേണ്ടി യേശു ബലിയായി കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനെ നോക്കി തമ്പുരാൻ പറഞ്ഞ്, നീ ഇനി മുതൽ കുറ്റക്കാരനല്ല, നീ ഇനി മുതൽ കുറ്റക്കാരനല്ല. തൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട്, തൻ്റെ സ്വാർത്ഥ നേട്ടം കൊണ്ട്, തന്നിഷ്ടം കൊണ്ട് കടന്നുപോയ വഴികളിലൂടെ ജീവിതത്തിൽ കുന്നുകൂടിയ പാപത്തിൻ്റെ മുഴുവൻ ഭാരവും ഒരു പരിഹാരം ചെയ്യാതെ കർത്താവ് പറഞ്ഞു, നീ ഇനി മുതൽ കുറ്റക്കാരനല്ലെന്ന്. ഇതിന് പറയുന്ന പേരാണ് ദൈവത്തിൻ്റെ നീതി. ഒരു പെണ്ണ്, ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് കുറേ ആൾക്കാർ യേശുവിൻ്റെ അടുക്കൽ വന്ന്, അവൾക്ക് സമൂഹം ഇട്ട് കൊടുത്തൊരു പേരുണ്ട്. വ്യഭിചാരിണി എന്നാണ്, ഗണിക സ്ത്രീ എന്നാണ് സമൂഹം വിളിക്കണത്. എന്ന് മാത്രമല്ല, അവളെ കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ
ഒരു സ്ഥലത്ത് നിന്നാളെ കൂട്ടിക്കൊണ്ട് വന്നേ. എവിടെ നിന്നാണ് കൂട്ടിക്കൊണ്ട് വന്നേ? വ്യഭിചാരവൃത്തിയിൽ പിടിക്കപ്പെട്ടവളാണ്. വ്യഭിചാരം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തെറ്റായ ഒരു സ്ഥലത്ത് വെച്ച്, തെറ്റായ കാണാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് വെച്ച്, കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ പിടിക്കപ്പെട്ടു പോയവൾ, കയ്യോടെ പിടിക്കപ്പെട്ടവളെ കൂട്ടിക്കൊണ്ട് കർത്താവിൻ്റെ സന്നദ്ധിയിൽ വന്നിട്ട് പറഞ്ഞതാ, ഇവൾ വ്യഭിചാരവൃത്തിക്ക് പിടിക്കപ്പെട്ട പെണ്ണാണ്. സമൂഹത്തിൻ്റെ നീതി എന്നതാ, അവളൊന്നെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലണം, അല്ലെങ്കിൽ കുന്തത്തിൽ കോർത്ത് കൊല്ലണം. പാളയത്തിന് പുറത്ത് കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊല്ലണം, അല്ലെങ്കിൽ കുന്തത്തിൽ കോർത്ത് കൊല്ലണം. അവളെ കൊല്ലുമ്പോഴാണ് നീതി നടത്തിക്കൊടുക്കുന്നത്. അവളെ കൊല്ലുമ്പോഴാണ് നീതി നടത്തിക്കൊടുക്കുന്നത്. യേശുവിനറിയാം താൻ ഇവിടെ ഒരു നിലപാടെടുക്കുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ, ഈ ലോക ജീവിതത്തിൻ്റെ അവസാനത്തിലേക്കുള്ള നിലപാടാണെന്ന്. കൊല്ലണമെന്ന് പറഞ്ഞാൽ അവനെ കുറ്റപ്പെടുത്തും, കൊല്ലണ്ടെന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരു ഉത്തരം പറഞ്ഞപ്പോൾ ആർക്കും മറുപടി ഉണ്ടായില്ല. പക്ഷേ ആ മറുപടി പറയാതിരുന്നവനെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ഗ്രഹിച്ചു വച്ചിട്ടുണ്ട്, എന്നെങ്കിലും ഒരിക്കൽ ഇതിന് പകരം ചോദിക്കേണ്ടി വരും. ഇന്ന് സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഒരു പാവപ്പെട്ട ഒരു വ്യഭിചാരിണിയായ പെണ്ണിൻ്റെ മുമ്പിൽ നീ ഞങ്ങൾ അപമാനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇതിന് പകരം ചോദിക്കാനൊരു അവസരം വരും. വന്നോ പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് ജനം മുഴുവൻ അർപ്പിട്ട് അവനെ ക്രൂശിക്കെന്ന്. അന്ന് കയ്യിൽ കല്ലും പിടിച്ച് വന്നവരെല്ലാം ഇന്ന് ആ ഗണിക സ്ത്രീ എറിയുന്നതിന് പകരം ക്രിസ്തുവിനെ എറിയാൻ തയ്യാറായി നിന്ന്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. ഇതാ, നീ സമാധാനത്തോടെ പൊക്കോ, നീ തിരിച്ചു പൊക്കോ, നീ വ്യഭിചാരിണി അല്ല, നീ കുറ്റം ചെയ്തവളല്ല, ഇനി നീ ചെയ്ത പാപത്തിൻ്റെ ഒരനന്തരഫലവും നിനക്ക് അനുഭവിക്കേണ്ടി വരത്തില്ല എന്ന്. ഇതാണ് ദൈവത്തിൻ്റെ നീതീകരണം എന്ന് പറയണത്. സ്നേഹമുള്ളവരെ, കണ്ണുനീരോടല്ലാതെ, ചങ്ക് പൊട്ടുന്ന വേദനയോടെ അല്ലാതെ ഇതെങ്ങനെ സ്വീകരിക്കാനായിട്ട് സാധിക്കും? തമ്പുരാൻ നിന്നോട് പറയാണ്, നിന്ന് വരെ ചെയ്ത മുഴുവൻ പാപത്തിൻ്റെയും ഒരു പരിണതി ഫലവും നിന്റെ മേലില്ലാന്ന്. പഴയ നിയമത്തിൽ എഴുതി വെച്ചു, ഒരുവൻ തെറ്റ് ചെയ്താൽ 7 തലമുറ അതനുഭവിക്കേണ്ടി വരുന്നു. ഇതാ കാൽവറിയിൽ യാഗമായപ്പോൾ ക്രിസ്തു പറഞ്ഞു, നീ ചെയ്ത തെറ്റിനുള്ള പരിഹാരം ഞാൻ ഏറ്റെടുത്തു, അതിൻ്റെ പരിണിത ഫലം നിന്റെ മേൽ വരുന്നില്ല. പിന്നെങ്ങനാ തലമുറയിലേക്ക് മാറ്റപ്പെടുക? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ നീതീകരണമെന്ന് പറയണത് നിന്നെ നിരപരാധിയാക്കി വിടുക എന്നുള്ളതാണ്. ആ പെണ്ണിന് ശിക്ഷ കൊടുക്കുന്നത് കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ്. പക്ഷേ ശിക്ഷയല്ല, മറിച്ച് അംഗീകാരമാണ്. നിനക്ക് എന്നോട് കൂടെ പങ്കുണ്ടെന്ന്, എന്നോട് കൂടെ മേശ പങ്കിടാൻ യോഗ്യതയുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, സമൂഹം പലപ്പോഴും നമ്മളെ മാറ്റി നിർത്തിയിട്ടില്ലേ? യോഗ്യതയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടില്ലേ? കുറവുണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടില്ലേ? തള്ളിക്കളഞ്ഞിട്ടില്ലേ? അപ്പം പറയാ, ദൈവം പറയാ, ഇന്ന് എന്നോട് കൂടെ മേശ പങ്കിടാൻ നീ യോഗ്യതയുള്ളവളാണെന്ന്. ഇനി നിനക്ക് ശിക്ഷയില്ല, അംഗീകരിക്കുകയാണ്. ഇതാണ് തമ്പുരാൻ്റെ നീതി. മനസ്സിലായോ? ഇതാണ് പ്രിയപ്പെട്ടവരെ സുവിശേഷത്തിൻ്റെ ഹൃദയം എന്ന് പറയണ വചനതാണ്. നിന്നെ നീതീകരിക്കാൻ വേണ്ടി പാപമറിയാത്തവനെ പാപമാക്കി മാറ്റി. അർത്ഥത്രയേ ഉള്ളൂ, ഒരു ശിക്ഷയും നിൻ്റെ മേൽ വന്നിട്ടില്ല. 2 കൊരിന്ത്യർ
5:17. 2 കൊരിന്ത്യർ 5:17 വായിക്കാമോ? 2 കൊരിന്ത്യർ 5:17. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി. നീ ക്രിസ്തുവിനെ കണ്ടെത്തിയാൽ, കാൽവറിയിലെ ക്രൂശിൽ നിനക്ക് വേണ്ടി യാഗമായി തീർന്ന ആ ക്രിസ്തുവിനെ കണ്ടെത്തിയാൽ, കഴിഞ്ഞ നാളുകളിൽ നീ ചെയ്തു പോയതൊന്നും നിന്റെ പിന്നാലെ വരില്ല. നീ പുതിയതായിട്ട് മാറ്റപ്പെടുക. പഴയതെല്ലാം കഴിഞ്ഞു പോയി. നിനക്ക് ശിക്ഷയില്ല. നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിന് പ്രതികാരമില്ല. നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പ്രായശ്ചിത്തം ചെയ്യേണ്ടതില്ല. ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ശിക്ഷാവിധിയില്ല. റോമ 8:1. റോമ 8:1. ക്രിസ്തുവിലുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയുമില്ലാന്ന്. ക്രിസ്തുവിലായവന് ഇനി ശിക്ഷാവിധിയില്ല. എന്താ ശിക്ഷാവിധി? ശിക്ഷാവിധി എന്താ? ദൈവത്തിൻ്റെ സ്നേഹം ഭൂമിയിലേക്ക് വന്നിട്ട് അതിനെ കണ്ടെത്താനോ അതിനെ തിരിച്ചറിയാതെയോ പോകുന്നതാണ് പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ശിക്ഷാവിധി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ നീതി, നീ ക്രിസ്തുവിലായിത്തീരുക. ഇനിമേൽ നിൻ്റെ മേൽ പാപത്തിന് അധികാരമില്ല. പാപത്തിന് അനന്തര ഫലത്തിന് നിൻ്റെ മേൽ അധികാരമില്ല. യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ഒന്നും നിൻ്റെ പിന്നാലെ വന്ന് നിന്നെ ഉപദ്രവിക്കത്തില്ല. കഴിഞ്ഞ നാളുകളിൽ നീ എങ്ങനെ ജീവിച്ചിട്ടുണ്ടോ, കഴിഞ്ഞ നാളുകളിൽ നിൻ്റെ ജീവിതം എന്തായിരുന്നുവോ, കഴിഞ്ഞ നാളുകളിൽ ഏത് തരത്തിൽ ജീവിച്ചിട്ടുണ്ടോ, നീ ക്രിസ്തുവിനെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, നിൻ്റെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ ജനിക്കാൻ തക്കവണ്ണമുള്ള ഒരു പുൽക്കൂട് നിർമ്മിച്ചിട്ടുണ്ട് എങ്കിൽ കഴിഞ്ഞ കാലത്തിൻ്റെ ഒരു പരിണിത ഫലവും നിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരില്ല. കാരണം അത് അവൻ ഏറ്റെടുത്തിട്ടുണ്ട്. എൻ്റെ തമ്പുരാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അവൻ നിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് സ്വന്തം ജീവൻ ബലി നൽകിയിട്ടുണ്ട്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ആ മരണം ക്രിസ്തു കാൽവറിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. എൻ്റെ പാപത്തിൻ്റെ ശമ്പളം അവൻ ഏറ്റെടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിലായവർക്കിനി ശിക്ഷാവിധിയില്ല. അതാണ് നീതിമാൻ്റെ അടയാളം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവമക്കളായവരെ, പ്രിയപ്പെട്ടവരെ, ഒത്തിരി സന്തോഷത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് നമ്മൾക്കിനി കടന്നു പോകാനായിട്ട് സാധിക്കുക. കാരണം നമ്മുടെ പാപം അവൻ ഏറ്റെടുത്തിട്ട് അവൻ്റെ വിശുദ്ധി അവൻ എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ക്രിസ്തുവിൻ്റെ നീതീകരിക്കപ്പെട്ട ഒരു മനുഷ്യനായിട്ട് മാറ്റപ്പെടുകയാണ്. ഇനി നീതിമാൻ്റെ ജീവിതം എങ്ങനെ ആയിരിക്കണം? ഇനി നീതിമാൻ്റെ ജീവിതം എങ്ങനെ ആയിരിക്കണം? മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വചനം വായിക്കാവോ? അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കണം. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കണം. എങ്ങനെ? അപ്രകാരം നിങ്ങളുടെ സൽപ്രവൃത്തികളെ കണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നിങ്ങളുടെ വെളിച്ചം അവരുടെ ഉള്ളിൽ പ്രകാശമാകണം. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിൻ്റെ വിളക്ക് അത് ക്രിസ്തുവിനറിഞ്ഞ വ്യക്തിയായിരിക്കണം. നിൻ്റെ പ്രകാശം, നിൻ്റെ വെളിച്ചം, ദൈവസ്നേഹത്തിൻ്റെ വെളിച്ചം നിൻ്റെ ജീവിത പങ്കാളിയുടെ പ്രകാശമാകട്ടെ, നിൻ്റെ മാതാപിതാക്കളുടെ പ്രകാശമാകട്ടെ, മക്കളുടെ പ്രകാശമായിട്ട് മാറാനായിട്ട് സാധിക്കണം. ഓരോ അപ്പനും അമ്മയും ഹൃദയത്തിൽ അടിവരയിട്ട് ചേർത്ത് വെക്കേണ്ട തിരുവചനാണ് ദൈവസ്നേഹം. എൻ്റെ ജീവിതം കണ്ടിട്ട്, എൻ്റെ ജീവിതത്തിലെ സൽപ്രവൃത്തികൾ കണ്ടിട്ട് അതെൻ്റെ തലമുറയ്ക്ക് പ്രകാശമായിട്ട് മാറ്റപ്പെടണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആരെങ്കിലുമൊക്കെ തൻ്റെ കുടുംബത്തിൽ മറ്റുള്ളവരെ കുറ്റക്കാരാണ്, മോശമാണ്, അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുന്നില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർക്കത് പ്രകാശമായിട്ട് മാറണമെന്ന് തമ്പുരാൻ പറഞ്ഞു വെച്ചേക്കുക. നീതീകരിക്കപ്പെട്ടവൻ്റെ ജീവിതം, നീതീകരിക്കപ്പെട്ടവളുടെ ജീവിതം അത് ലോകത്തിന്
പ്രകാശമായിട്ട് മാറണം. ഇതാ അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം വലിയ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ പ്രദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ വലിയ മഹാപ്രകാശം ഉദിച്ചു. ക്രിസ്തുവാകുന്ന പ്രകാശത്തെ, ക്രിസ്തുവാകുന്ന നീതി സൂര്യനെ ലോകത്തിലേക്ക് വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ആ പ്രകാശത്തിൽ അംഗമായ, ആ പ്രകാശത്തെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഓരോ ദൈവ പൈതലിൻ്റെയും ഉത്തരവാദിത്തം എന്ന് പറയണത്. ഞാൻ നീതീകരിക്കപ്പെട്ടു, ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടു, എനിക്ക് രക്ഷ കിട്ടി എന്ന് പറഞ്ഞതോടുകൂടി ഒരു ദൈവ പൈതലിൻ്റെയും ജീവിതത്തിൻ്റെ ദൗത്യം അവിടെ തീരുന്നില്ല പ്രിയപ്പെട്ടവരെ. മറിച്ച് അവർ മറ്റുള്ളവർക്ക് പ്രകാശമായിട്ട് മാറാൻ തക്കവണ്ണം ഇടയായിത്തീരണം. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-12 ഒരു നീതീകരിക്കപ്പെട്ട മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ അതിമനോഹരമായിട്ട് തീത്തോസിന് എഴുതിയ ലേഖനത്തിലൂടെ കൃത്യമായിട്ട് പറഞ്ഞു വച്ചിട്ടുണ്ട്. തീത്തോസ് 2-ാം അധ്യായം 11-12 തിരുവചനം. എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിന്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കാനും നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കുവാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠതയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു. നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കുവാനും ഈ ലോകത്തിൽ നീതിനിഷ്ഠവും സമചിത്തതയും ദൈവഭക്തിയുമുള്ള ഒരു ജീവിതം നയിക്കാൻ ക്രിസ്തുവിൻ്റെ നീതി നമ്മെ പരിശീലിപ്പിക്കുന്നു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ കൊച്ചു ജീവിതം മറ്റുള്ളവർക്ക് പ്രകാശപൂരിതമായിട്ട് മാറാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ ജീവിതം കണ്ടിട്ട് മഹാത്മാഗാന്ധിക്ക് ഇങ്ങനെ പറഞ്ഞു വച്ചിട്ടുണ്ട്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതമാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള നമ്മുടെ സുവിശേഷം. നമ്മുടെ നിലപാടുകളാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള നമ്മുടെ പ്രസംഗം എന്ന് പറയണത്. അതുകൊണ്ട് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ക്രിസ്തുവിൻ്റെ പ്രകാശം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അവൻ നമുക്ക് വേണ്ടി ബലിയായിത്തീർന്നത് അവൻ പാപമില്ലാത്തത് കൊണ്ടാണ്. അതിനോർത്ത് വെക്ക് പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ രക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല. രക്ഷിക്കാൻ പാപം അറിഞ്ഞിട്ടില്ലാത്ത ക്രിസ്തുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ആ ക്രിസ്തുവിനെ സ്വീകരിച്ച് കാൽവറിയിൽ എൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകളും കുറവുകളും പങ്കുവെക്കുമ്പോൾ ദൈവത്തിൻ്റെ ജീവിതത്തിൻ്റെ ബലവും അഭിഷേകവും വിശുദ്ധിയും സ്വീകരിച്ച് മടങ്ങിപ്പോകാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ സ്വർഗരാജ്യത്തിൽ നീതീകരിക്കപ്പെട്ടവളായി ജീവിക്കുകയും ആ ജീവിതം മറ്റുള്ള ലോകത്തിന് പ്രകാശമായിട്ട് മാറാനായിട്ട് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, കേട്ട വചനം ആഴമായിട്ട് ഹൃദയത്തിൽ ധ്യാനിക്കാനിടയായിത്തീരട്ടെ. എന്തെന്നാൽ ലോകം നീതീകരിക്കപ്പെടുവാനായി അവൻ പാപമിൽ അറിയാത്തവനായവനെ പാപമാക്കി മാറ്റി. പാപമറിയാത്തവനായ ക്രിസ്തു പാപമായി തീർന്നത് ഞാൻ നീതീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ആ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം.